ആപ്കി അദാലത്തിൽ ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം എതിർക്കുന്നവരെ അപമതിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ താങ്കളുടെ ഒരു ട്വീറ്റ് നോക്കാം. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് താങ്കൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ കാണാൻ സദാം ഹുസൈനെ പോലെ ഉണ്ടെന്നാണ്. ആ സമയത്ത് അങ്ങനെയായിരുന്നു ഉള്ളത്. ദാറ്റ് ടൈം ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, രാഹുൽജി, യുവർ ഫേസ് ഈസ് മച്ച് ബെറ്റർ ദാൻ മെനി ഓഫ് us. യു ലുക്ക് സോ ഗുഡ്. എന്തിനാ ഇങ്ങനെ താടിയൊക്കെ നീട്ടി ചുറ്റുന്നെന്ന് ചോദിക്കും. ഷേവ് നന്നായിട്ടുണ്ടാകും, അത്രയല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ചില സമയങ്ങളിൽ താങ്കൾ പറയാറുണ്ട് അദ്ദേഹത്തിന്റെ മുഖം അമൂൽ ബേബിയുടെ കൂട്ടുണ്ട്. ആക്ച്വലി ശരിയാണ്. അമൂലിന്റെ പരസ്യത്തിൽ വരേണ്ട ഫേസും ഇതും തമ്മിൽ കറക്റ്റ് മേച്ചല്ലേ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ മുഖാണെങ്കിൽ ആരെ മുഖത്തിനോട് ഒത്തുപോകുന്നില്ല. പക്ഷെ ഇത് അപമതിക്കുന്ന പോലെയില്ലേ? താങ്കൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അച്ഛൻ ആരാണെന്ന് പ്രൂഫ് തരാനല്ലേ? ഞാൻ പറയുന്നത് തെളിച്ച് പറയാണ്. അതായത് സർജിക്കൽ സ്ട്രൈക്ക് ആർമിയാണ് ചെയ്തത്. ആർമിയോട് നമ്മൾ പ്രൂഫ് ഒന്നും ചോദിച്ചിട്ടില്ല. ബിക്കോസ് വി ആർ നോട്ട് ഹാസ്കിംഗ് എനി പ്രൂഫ് ഫോർ ഹിം. ഇത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്, റിലേറ്റഡ് ടു ദ സാക്രിഫൈസ് ഓഫ് ആർമി ഹു ആർ ഫൈറ്റിംഗ് ഫോർ ആസ്കിംഗ് ദ ബോർഡർ. നിങ്ങൾ ഒരേ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഒരു പാരഗ്രാഫ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ രണ്ടാമത്തെ പാരഗ്രാഫ് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റല്ലേ? എന്ത് തന്നെയായാലും ഒരാളോട് നിങ്ങളുടെ അച്ഛൻ ആരാണെന്ന് പ്രൂഫ് ചോദിക്കുന്നത് ശരിയാണോ? അത് ശരി തന്നെയാ. അവരോട് ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, ഐ ആം നോട്ട് ആസ്കിങ്. നിങ്ങൾ താ എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ആർമിയോടും തരാൻ പറയരുത്. രാഹുൽജി ഇത് സ്വീകരിച്ചേ മതിയാവൂ. ദർ വാസ് എ സർജിക്കൽ സ്ട്രൈക്ക്. Indian army has completely demoralized Pakistan. The way we don't ask for the proof of everything, you also don't ask proof from army. ഈ സ്റ്റേറ്റ്മെന്റിൽ തെറ്റെവിടെയാണ്? അത് മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര വിജയകരമായി നടത്തുമ്പോൾ അദ്ദേഹത്തോട് താങ്കൾ പാകിസ്ഥാനിൽ പോയി നടത്താൻ പറയുന്നു. അത് ശരിയാണ്. അങ്ങനെയല്ലേ ചെയ്യൂ. എന്തെന്നാൽ ഭാരത് എവിടേക്കാണ് ഉടഞ്ഞിരിക്കുന്നത്? ഇല്ല, നിങ്ങൾ എന്നോട് ചോദിക്കേ. 1947 ഇന്ത്യ വേർപെട്ടു ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇന്ന് ആർക്കെങ്കിലും ഇന്ത്യയെ ഒരുമിപ്പിക്കണമെന്ന് പറഞ്ഞ് യാത്ര ചെയ്യണമെങ്കിൽ അവർ പാകിസ്ഥാനിലല്ലേ ചെയ്യേണ്ടത്? ഭാരതത്തിൽ എന്തിനാണ് ചെയ്യുന്നത്? ഇന്ത്യ ഈസ് യുണൈറ്റഡ്. ശരി, പിന്നെയും നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ നാഗാലാൻഡിൽ പോയി ചെയ്യ്. എന്തെന്നാൽ അവിടെയാണ് ചില ആളുകൾക്ക് വേറെ തന്നെ നാട് വേണമെന്ന് പറയുന്നത്. അസമിലെ കാര്യം നോക്കൂ, അവിടെയും ആൽഫ സുവറിനിറ്റി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ സൗത്ത് ഇന്ത്യൻ ജനങ്ങൾ ഒരിക്കലും സൂരൻറ്റി ഡിമാൻഡ് ചെയ്യുന്നില്ല. പിന്നെ അവിടെ എന്തിനാ ചെയ്യുന്നേ? താങ്കൾക്ക് രാഹുൽ ഗാന്ധിക്ക് എന്താണ് പ്രശ്നം? എനിക്കെന്ത് പ്രശ്ന? അവർക്കാണ് മോഡിജിയോട് പ്രശ്നം. ആദ്യം നിങ്ങൾ എന്താ ചോദിച്ചേ? പാർലമെന്റ് ഹൗസ് എന്തിനാ കെട്ടിയെന്ന്, ഇത്രയും പൈസ എന്തിനാ ചെലവിയെന്ന്. നൗ ദ പാർലമെന്റ് ഹൗസ് ഈസ് ഡൺ. ഇപ്പൊ നിങ്ങൾ മോദിജി എന്തിനാ ഇനോഗ്രേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ രാഹുൽജിക്ക് പകരം പറഞ്ഞേ പറ്റൂ. എന്തെന്നാൽ നിങ്ങൾക്കും മോദിജിക്കും എന്താ പ്രശ്നം? മോദിജിയെ ഈ നാട്ടിലെ ജനങ്ങൾ വോട്ടിലൂടെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അല്ല, താങ്കൾ പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ലല്ലോ. അതിന്റെ ആവശ്യം വന്നിട്ടില്ല. ഇല്ല, അവരെന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും രാഹുൽ ഗാന്ധിയുടെ അടുത്ത് നിന്ന് പഠിക്കണമെന്ന്. എന്താണ് പഠിക്കേണ്ടത്? അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് പഠിക്കാൻ എന്താ ഉള്ളത്? എന്താ തലവേദന തരുന്ന തരത്തിൽ സംസാരിക്കുന്നത്? അല്ല, ഒരേ ഒരു കാര്യം അവരുടെ കയ്യിൽ നിന്ന് പഠിക്കാനുണ്ട് എന്ന് കാണിച്ചതാ. അവരെന്തെങ്കിലും ഡിബേറ്റിംഗ് കോമ്പറ്റീഷനിൽ ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ടോ? അദ്ദേഹം തന്നെ ഒരു സന്യാസി എന്നാണ് പറഞ്ഞത്. എന്ത് സന്യാസി? ഇവിടെ നോക്ക്, നിങ്ങൾ അമേഠിയില് ഞാൻ 1996 ജാലുബാരിയിലെ ഇലക്ഷനിൽ തോറ്റു. 2001 ഞാൻ അതേ നാട്ടിൽ ജയിക്കുന്നത് വരെ അവിടെ തന്നെ തപസ് ചെയ്തിരിക്കുകയായിരുന്നു. നിങ്ങൾ അമേഠിയെ വിട്ടിട്ട് കേരളത്തിലേക്ക് എന്തിനാ വന്നേ? നിങ്ങളല്ലേ ചാടിച്ചു വിട്ടത്. നിങ്ങൾ എന്തിനാ ഓടിയത്? അതേ അമേഠി മണ്ഡലമാണ് നിങ്ങളുടെ അച്ഛനെ ജയിപ്പിച്ച് MP ആക്കിയത്. നിങ്ങളെ MP ആക്കി. നിങ്ങൾ ഒരു പ്രാവശ്യം തോറ്റെന്ന് വെച്ച് അമേഠിയിലെ ജനങ്ങൾക്ക് മേൽ നിങ്ങൾക്ക് അത്രയും ദേഷ്യം വന്നോ? യു ആർ നോട്ട്. നിങ്ങളെടുത്തുനിന്ന് എന്താണ് പഠിക്കേണ്ടത്? എന്തിനു പഠിക്കണം? നിങ്ങൾ തോറ്റതിന് ശേഷവും മാസാമാസം അമേഠിയിൽ പോയി വന്നിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെടുത്തുനിന്ന് എന്തെങ്കിലും പഠിക്കാമെന്ന് വിചാരിക്കായിരുന്നു. എന്താണ് പഠിക്കേണ്ടത്? ആ ആളുടെ അടുത്ത് എന്താണുള്ളത്? ലണ്ടനിൽ പോയി ഇരുന്നിട്ട് നമ്മുടെ നാടിന് തമാശയാക്കുന്നത്, അതാണ് പഠിക്കേണ്ടത്. ഇതിലെന്താണ് പഠിക്കേണ്ടത്? നിങ്ങൾ തന്നെ പറഞ്ഞാലും. മോദിജിയോട് പാർലമെന്റിൽ പോയിട്ട് ബൾബ് വേണമെന്ന് പറയുന്നത്, അതാണോ അവരുടെ അടുത്ത് പഠിക്കേണ്ടത്? ഇല്ലല്ല, അതായത് പ്രിയങ്ക എന്താണ് പറയുന്നതെന്ന് വെച്ചാ, മോദിയെ കണ്ട് അവർ പേടിക്കാതെ നിൽക്കുന്നത് കണ്ടുപഠിക്കാൻ പറയുന്നു. അവർ പേടിക്കുന്നില്ലേ?
മോദിജിയെ കണ്ടിട്ട് അവർ പേടിക്കുന്നില്ലേ? ശരി, അവരെ നോക്കി പേടിക്കണ്ട, നിയമത്തെ പേടിക്കണമല്ലോ അല്ലേ? നിയമമാണല്ലോ അവരെ MP ഡിസ്ക്വാളിഫൈ ചെയ്തത്. ആ നിയമത്തോട് എന്തിനാ നിങ്ങൾ ദേഷ്യപ്പെടുന്നത്? അതിനെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ MP സ്ഥാനം നഷ്ടപ്പെട്ടത് അതിനെക്കുറിച്ച് ഇപ്പൊ നിങ്ങൾ തന്നെ പറ, രാഹുൽജിയുടെ മുൻപേ ഒരു NPയെയും ഇങ്ങനെ പുറത്താക്കിയിട്ടില്ലേ? കോൺഗ്രസിന്റെ തന്നെ 20 MP MLA പുറത്താക്കിയിട്ടുണ്ട്. സുപ്രീം കോടതി ഓർഡറാണത്. അതായത് നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ MP സീറ്റ് കാലിയായി പോകും. വൈ യു ആർ ചാലഞ്ചിങ് ദ ജഡ്ജ്മെന്റ് ഓഫ് ദ സുപ്രീം കോർട്ട്? വീണ്ടും വീണ്ടും നിങ്ങൾ മോഡിയാണ് ഡിസ്ക്വാളിഫൈ ചെയ്തതെന്ന് പറയുന്നു. ജസ്റ്റിസ് പട്നായിക്കാണ് നിങ്ങൾ ഡിസ്ക്വാളിഫൈ ചെയ്തത്. അത് പറയാൻ നിങ്ങൾക്ക് എന്താണ് നാണക്കേട്? ശേഷവും അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാ, അതായത് നിങ്ങൾ വേണമെങ്കിൽ എന്നെ MP സീറ്റിൽ നിന്ന് മാറ്റിക്കോളൂ, നിങ്ങൾ വേണമെങ്കിൽ എന്റെ മൈക്ക് ഓഫ് ചെയ്തോളൂ, എന്റെ വീട്ടിൽ നിന്ന് എന്നെ ഗാലി ചെയ്തോളൂ, ഞാൻ അദാനിയെ പറ്റി സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന്. ഇപ്പൊ അവർ എവിടെയൊക്കെയാണ് സംസാരിക്കുന്നത്? എന്നാണോ ശരത് പവാറിന്റെ വീട്ടിൽ അദാനി പോയത്, അതിനുശേഷം രാഹുൽജി അദാനിയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. എന്താ, ശരത് പവാറിന്റെ വീട്ടിൽ ഗൗതം അദാനി പോകുന്നു, രാഹുൽജി ശരത് പവാറിനെതിരായിട്ട് ട്വീറ്റ് ചെയ്യണോ? പിന്നെ അശോക് ഗാലറ്റിന്റെ വീട്ടിൽ അദാനി പോകുമ്പോൾ രാഹുൽജി അശോക് ഗലാറ്റിനെതിരെയും ട്വീറ്റ് ചെയ്തോ? നിങ്ങളെന്താ അശോക് ഗലാറ്റിനെ ആ പദവിയിൽ നിന്ന് പുറത്താക്കാത്തത്? ഇത് നോക്ക്, അജ്രത് മുഹമ്മദിന്റെ അടുത്തുനിന്നും പഠിക്കാനുണ്ട്. നിങ്ങളോട് മിഠായി കഴിക്കരുതെന്ന് പറയുന്നതിന് മുമ്പ് ഹി ലീവ്സ് ദ ഹാബിറ്റ് ഓഫ് ടേക്കിംഗ് സ്വീറ്റ്സ്. അങ്ങനെ നിങ്ങൾ അദാനിയെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് മുമ്പ് അശോക് ഗലാറ്റയുടെ സീറ്റ് ഒഴിവാക്ക്. നിങ്ങൾ അദാനിയെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് ശരത് പവാറിനും നിങ്ങൾക്കുമുള്ള റിലേഷൻഷിപ്പ് ഒഴിവാക്കി കാണിക്ക്. അത് കഴിഞ്ഞ് സംസാരിക്ക്. യു മസ്റ്റ് ലീവ് ബൈ എക്സാമ്പിൾ. പക്ഷേ താങ്കൾ രാഹുലിനെ മാത്രമല്ല, അദ്ദേഹമായിട്ട് ക്ലോസ് ആയിട്ടുള്ള പലരെയും, അതായത് പവൻ ദേഡ അദ്ദേഹത്തെ സ്പോർട്സ് പേഴ്സൺ ആക്കി, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് താങ്കൾ അസം പോലീസിനെ പറഞ്ഞു വിട്ടു. ഇത് നോക്ക്, ഞാൻ നിയമം തെറ്റിച്ചാലും എന്റെ വീട്ടിൽ പോലീസ് വരിക തന്നെ ചെയ്യും. അതിനല്ലേ പോലീസ് ഉള്ളത്? യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ വീട്ടിലേക്ക് മാത്രമേ പോലീസ് പോകുന്നുള്ളൂ. ഞങ്ങളുടെ ആളുകളുടെ വീട്ടിലൊക്കെ എത്ര പോലീസ് വരുന്നതാ? അതൊക്കെ ആലോചിച്ച് ഞങ്ങൾ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കാറാണ് പതിവ്. ഞാൻ ഫ്രം 1978 ഞാൻ അസമിലെ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഈ നിലയിലേക്ക് വന്നത്. ഞാൻ അങ്ങനെ എത്രയോ പ്രാവശ്യം എൻ്റെ വീട്ടിലെ പോലീസ്, അത് ഇത് വിവാദം, അതായത് ഞാൻ ചെറിയ പ്രായത്തിൽ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. ഞാൻ അന്നൊന്നും കരഞ്ഞിട്ടേ ഇല്ല. നോക്കൂ, ആസാം പോലീസ് യഥാർത്ഥത്തിൽ ഒരു പവൻ കരാജിയെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്? നിങ്ങൾ ആദ്യം പോലീസിന് സറണ്ടർ ആവ്. കോടതി ഉണ്ടല്ലോ ഇവിടെ, അവര് നിങ്ങൾക്ക് ജാമ്യം തരും. എല്ലാവർക്കും എതിരായിട്ടും ഇങ്ങനെയാണ് പറഞ്ഞത്. കേജ്രിവാളും ആസാമിൽ വരികയാണെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങളിപ്പോ എന്നെ പറ്റി പറഞ്ഞത് നിങ്ങൾ അസാമിലാണ് വന്ന് പറഞ്ഞതെങ്കിൽ നിങ്ങളെ മേൽ ഞാൻ കേസ് കൊടുക്കുമായിരുന്നു എന്നാണ്. ജയിലിടുന്ന കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കേസ് കൊടുക്കും എന്ന് മാത്രമാണ് പറഞ്ഞത്. കേസ് എവിടെ കൊടുക്കും? അവിടെ പോലീസ് സ്റ്റേഷനൊന്നുമില്ല, ഞാൻ കോടതിയിൽ കൊടുക്കും എന്നാണ് പറഞ്ഞത്. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, താങ്കളോട് അദ്ദേഹം ഡൽഹിയിലേക്ക് വരാൻ പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു, എന്റെ കാറിൽ കയറ്റി എല്ലായിടത്തും ചുറ്റി കറങ്ങാമെന്നും. കാറൊന്നും ഇല്ലെന്നേ. ആദ്യം അവരെനിക്ക് ഭക്ഷണം തരാമെന്ന് പറഞ്ഞു, പിന്നെ കാറിൽ ഇരിപ്പിക്കാമെന്നും പറഞ്ഞു. സോ ഐ ആം വെയിറ്റിംഗ് ബിക്കോസ് ഐ വാണ്ട് ടു സീ ഹിസ് ബിഗ് മെൻഷൻ ഫാസ്റ്റ്. ഞാൻ ഒരു പ്രാവശ്യം നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അവരുടെ ഒപ്പം കാറിലിരുന്നിട്ട് ഡൽഹി നന്നായിട്ട് ചുറ്റിക്കാണും. ഇല്ല, കറക്റ്റ് 10 ദിവസം മുമ്പ് എന്റെ ഗുവാഹട്ടി പ്രസ് കോൺഫറൻസിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കെജ്രിവാളിന്റെ ലെറ്ററിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക, എന്നെ എപ്പോഴാണ് വിളിക്കുന്നതെന്ന് അറിയാൻ. അത്ര നിലയിലൊന്നും ധൈര്യം ഇല്ലെന്നേ. ഇല്ല, താങ്കളെ വിളിക്കാനുള്ള ധൈര്യം ഇല്ലെന്നാണോ? അല്ല, ധൈര്യം എങ്ങനെ ധൈര്യം വരാനാ? ഞാൻ പോകുമ്പോ തന്നെ എന്റെ കൂടെ ഫോട്ടോഗ്രാഫറേയും കൂട്ടിയിട്ടല്ലേ പോകുന്നത്. വീട് ചുറ്റി ഫോട്ടോ എടുക്കുകയല്ലേ, പിന്നെ എങ്ങനെ ധൈര്യം വരാനാ? കേജ്രിവാളിനോട് താങ്കൾ എന്താ പറഞ്ഞെന്ന് വെച്ചാ, ഒരു ഭീരുവിനെ പോലെ സംസാരിക്കാൻ പാടില്ല, ആണുങ്ങളോട് ആണുങ്ങളെ പോലെ സംസാരിക്കണം. അവർ ആൺകുട്ടിയല്ലേ? അതായത് കെജ്രിവാൾജി ഒരു ഫെമിലിയർ എക്സീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവര് ഡൽഹി അസംബ്ലിയിലാണ് കോൾ ചെയ്തത്. അസംബ്ലിയിലെ റൂൾസ് എന്താന്ന് എനിക്കറിയില്ല. അവർ കോൾ ചെയ്യുന്നു, പിന്നെ അവരവിടെ ഒരു സ്പീച്ച് കൊടുക്കുന്നു, സെയിം വ്യൂസ്. പിന്നെ അവരവിടെ നിന്ന് ആ സഭയില് അവര് മോദിജിയെ എങ്ങനെയൊക്കെ ചീത്ത വിളിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചീത്ത വിളിക്കുന്നു. ഞാൻ ആദ്യം ആലോചിച്ചു, എന്തിനാ ഇവരിങ്ങനെ ചീത്ത വിളിക്കുന്നതെന്ന്. പബ്ലിക് മീറ്റിംഗ്, പ്രസ് കോൺഫറൻസ്, അതിലെല്ലാം അവരത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അസംബ്ലിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരായി ഒരു കേസും വരില്ല എന്ന്. യു ആർ എൻജോയിങ് ദാറ്റ് പ്രിവിലേജ്. എന്തെന്നാൽ വിത്തിൻ അസംബ്ലി നിങ്ങൾ എന്ത് കാര്യം സംസാരിച്ചാലും നിങ്ങൾക്കെതിരായി കേസെടുക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ടേക്ക് ഷെൽട്ടർ ഓഫ് അസംബ്ലി ടു അറ്റാക്ക് ഹിസ് പൊളിറ്റിക്കൽ ഓപ്പണന്റ്.
ദിസ് ഈസ് എ സിമ്പിൾ ഓഫ് ഗവർണൻസ്. സോ അത് വിട്ടിട്ട് പുറത്ത് വന്ന് ആൺകുട്ടിയാണെങ്കിൽ പുറത്ത് വന്ന് സംസാരിക്കണ്ടേ? വൈ യു ടേക്ക് ഷെൽട്ടർ ഓഫ് പ്രിവിലേജിയസ് ആസ് പ്രിവിലേജ് ഓഫ് അസംബ്ലി? അദ്ദേഹം അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നിങ്ങൾ കേസ് ഇടുമല്ലോ. നിങ്ങളും കേസ് കൊടുക്കുന്നേ. ഞാൻ പോലീസിലല്ല കേസ് കൊടുക്കാൻ പോകുന്നത്, കോടതിയിലാണ് കേസ് കൊടുക്കാൻ പോകുന്നത്. എന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷവും ഞാൻ അവരുടെ മുമ്പ് പോയി അവരെ തൊഴുത് എന്നെക്കുറിച്ച് സംസാരിച്ചവർക്ക് നന്ദി പറയണോ? വൈ യു എക്സ്പെക്ട് ദാറ്റ്? ഹിമന്ത സാർ, ഞാൻ താങ്കളോട് പല ചോദ്യങ്ങളും ചോദിച്ചു. കോൺഗ്രസിനെ കുറിച്ച്, രാഹുൽ ഗാന്ധിയെ കുറിച്ച്, കേജ്രിവാളെ കുറിച്ച്, ആം ആദ്മി പാർട്ടിയെ കുറിച്ച്, ഹിന്ദുത്വയെ കുറിച്ച്, കമ്മ്യൂണിസ്റ്റിനെ കുറിച്ച്. താങ്കൾ ഒരു ചോദ്യത്തിനും ഉത്തരം നൽകാതെ പോയില്ല. കൃത്യമായ ഉത്തരം താങ്കൾ നൽകി.